ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫലശ്രുതിയാണ്. 15 ശ്ലോകങ്ങളോളം നേരത്തെ എടുത്തായിരുന്നു. അപ്പോൾ നോക്കിയപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ ഇതാണ്. ഇത് പിന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി അതിൻ്റെ ഫലം. അതുകൊണ്ട് ഫലശ്രുതി മുഴുവനും ഒന്നിച്ച് ഞാൻ എടുക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി ശ്ലോകം വായിച്ച അർത്ഥം പറഞ്ഞു പോകും, അത് മാത്രം, അത്രയും ആവശ്യമുള്ളൂ. എന്നും ചൊല്ലുമ്പോൾ നമ്മൾ ആ സ്തോത്രം മാത്രമേ ചൊല്ലുന്നുള്ളൂ. അതുകൊണ്ട് ഇത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സുദിനം നേരുന്നു, സുസ്വാഗതം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ വിഷ്ണു സഹസ്രനാമ ഫലശ്രുതി. വനമാലി ഗതീശാർഗീ ശംഖീ ചക്രീ ച നന്ദകീ ശ്രീമാൻ നാരായണോ വിഷ്ണുർ വാസുദേവോഭിരക്ഷതോ. വനമാലയും ഗതയും ശാർഗമെന്ന വില്ലും ചക്രവും നന്ദകമെന്ന വാളും ധരിച്ചവനായ ആ വാസുദേവനായ വിഷ്ണു സാക്ഷാൽ നാരായണൻ എല്ലാവരെയും രക്ഷിക്കട്ടെ. ശബ്ദ താരാവലിയിൽ വനമാലയെപ്പറ്റി പറയുന്നത് വിഷ്ണു ധരിക്കുന്ന മാല എല്ലാ ഋതുക്കളിലുമുള്ള കാട്ടുപൂക്കൾ കോർത്തതും നടുവിൽ വലിയ കടമ്പ് വൃക്ഷത്തിൻ്റെ പുഷ്പം ചേർത്തതുമായ കാൽമുട്ട് വരെ നീണ്ടുകിടക്കുന്നതുമായ മാലയാണ് വനമാല. അടുത്ത ശ്ലോകം, രണ്ടാമത്തെ ശ്ലോകം. ഇതീദം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മന നാംനാം സഹസ്രം ദിവ്യാനാം അശേഷേണ പ്രകീർത്തിതം. മഹാത്മാവായ കേശവൻ്റെ 1000 ദിവ്യനാമങ്ങൾ ഒന്നും ബാക്കി വയ്ക്കാതെ കീർത്തനം ചെയ്യപ്പെട്ടു. മൂന്നാമത്തെ ശ്ലോകം. യാ ഇദം ശൃണിയാൻ നിത്യം യശ്ചാപി പരികീർത്തയേത് നാ ശുഭം പ്രാപ്നുയാൽ കിഞ്ചിത് സോഹമുത്രേഹ കിഞ്ചിത് അമുത്രേഹ ച മാനവഃ. യാ ഇദം ശൃണിയാൻ നിത്യം യശ്ചാപി പരികീർത്തയേത് നാ ശുഭം പ്രാപ്നുയാത് കിഞ്ചിത് സോ അമുത്രേഹ ച മാനവഃ. യാതൊരുവൻ ഈ സ്തോത്രം ദിവസവും കേൾക്കുകയും പാരായണം ചെയ്യുകയോ ചെയ്യുന്നു, അവന് ഇഹത്തിലും പരത്തിലും യാതൊരു അശുഭവും ഉണ്ടാകുന്നില്ല എന്നർത്ഥം. വേദാന്തഗോ ബ്രാഹ്മണസ്യാത് ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമർത്ഥസ്യ ശൂദ്രസുഖമവാപ്നുയാത്. ബ്രാഹ്മണന് വേദശാന്തിയും ക്ഷത്രിയന് എപ്പോഴും വിജയവും വൈശ്യന് ധനവർദ്ധനവും ശൂദ്രന് മനസുഖവും ശാന്തിയും ഈ സ്തോത്രം കേൾക്കുകയോ പഠിക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്നു. ധർമാർത്ഥി പ്രാപ്നുയാത് ധർമ്മം അർത്ഥാർത്ഥി ചാർത്ഥമാപ്നുയാത് കാമാനവാപ്നുയാത് കാമി പ്രജാർത്ഥി ച ആപ്നുയാത് പ്രജാം. എല്ലാ ആഗ്രഹങ്ങളും ഇതിനാൽ സാധിക്കുന്നു എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ധർമ്മ, അർത്ഥം, കാമം, മോക്ഷം എന്നിവരെയെല്ലാം വംശവർദ്ധന പ്രത്യേകമായും പറയുന്നു. ധർമ്മം ഇച്ഛിക്കുന്നവന് ധർമ്മപ്രാപ്തിയും ധനം വേണമെന്നുള്ളവന് ധനവും സുഖഭോഗങ്ങൾ വേണമെന്നുള്ളവന് അതും ഭഗവാൻ ആഗ്രഹിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ലഭിക്കുന്നു. അത് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്നു ഭഗവാൻ.
ഭക്തിമാൻ യാ സതോത്ഥായ ശുചിസ്ഥൽഗതമാനസ സഹസ്രം വാസുദേവസ്യ നാംനാമേതത് പ്രകീർത്തയേത് യശപ്രാപ്നോതി വിപുലം ജ്ഞാതിപ്രാധാന്യമേവ ച അചലാം ശ്രിയമാപ്നോതി ശ്രേയപ്രാപ്നോത്യനുത്തമം നാഭയം ക്വചിദാപ്നോതി വീര്യം തേജശ്ച വിന്ദതി ഭവത്യരോഗോ ദുധിമാൻ ബലരൂപഗുണാന്വിതഃ. വിഷ്ണുവിങ്കൽ അചഞ്ചലമായ ഭക്തിയുള്ള ഏതൊരു പുരുഷൻ എല്ലാ ദിവസവും നേരത്തെ ഉണർന്ന് ദേഹശുദ്ധി വരുത്തി വിഷ്ണുവിങ്കൽ മനസ്സ് ദൃഢീകരിച്ച് ഈ 1000 നാമങ്ങൾ ഭക്തിശ്രദ്ധയോടെ മൗനമായോ ചുണ്ടുകളനക്കിയോ ഉച്ചത്തിലോ ചൊല്ലുന്നുവോ അവൻ അപാരമായ കീർത്തി ലഭിക്കുന്നു. ബന്ധുക്കളുടെ ഇടയിൽ പ്രധാന സ്ഥാനം ലഭിക്കുന്നു. സ്ഥിരമായ സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്നു. സർവോത്തമമായ ശ്രേയസ് ഉണ്ടാവുന്നു. ഭയം അവനെ തീണ്ടുകയില്ല. വീര്യവും തേജസ്സും ഉണ്ടാവുന്നു. അവൻ രോഗമില്ലാത്തവനായി തീരുന്നു. കാന്തിയുള്ളവനും ബലം രൂപം ഗുണം എന്നിവയാൽ അനുഗ്രഹീതനുമായി തീരുന്നു. രോഗാർത്തോ മുച്യതേ രോഗാത് ബദ്ധോ മുച്യേത ബന്ധനാത് ഭയാൻ മുച്യേത ഭീതസ്തോ മുച്യേത ആപതഃ. രോഗത്താൽ വിഷമിക്കുന്നവൻ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നു. സംസാരബന്ധത്തിൽ പെട്ടുഴലുന്നവൻ അതിൽ നിന്ന് മുക്തി നേടുന്നു. ദാരിദ്ര്യം, ശത്രുക്കൾ എന്നീ ഭയത്താൽ മനസമാധാനമില്ലാത്തവൻ അതിൽ നിന്ന് മുക്തി നേടുന്നു. ആപത്തിൽപ്പെട്ടവൻ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദുർഗാണ്യ അതിതരത്യാശു പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ നിത്യം ഭക്തി സമന്വിത. നിത്യവും ഭക്തിയോടെ പുരുഷോത്തമനെ സഹസ്രനാമം കൊണ്ട് സ്തുതിക്കുന്നവൻ ഏത് വിഷമത്തെയും വേഗം മറികടക്കുന്നു. വാസുദേവാശ്രയോ മർത്യോ വാസുദേവപരായണ സർവപാപവിശുദ്ധാത്മാ യാതി ബ്രഹ്മസനാതന. യാതൊരു മർത്യൻ വാസുദേവൻ ശരണമെന്നും വാസുദേവനാണ് ഏറ്റവും വലിയ പ്രാപ്യസ്ഥാനമെന്നും ബോധവാനാകുന്നുവോ അവൻ, അതായത് എല്ലാം ഭഗവാനാണെന്ന് ചിന്തിക്കുക. ഏറ്റവും വലിയ നമ്മൾക്ക് ചെന്നു ചേരാനുള്ള സ്ഥാനം വാസുദേവനാണെന്ന് ബോധവാനാവുകയാണെങ്കിൽ അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തനായി വിശുദ്ധനായി സനാതനമായ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. ന വാസുദേവഭക്താനാം അശുഭം വിദ്യത്തെ ക്വചിത് ജന്മമൃത്യുജരാവ്യാധി ഭയം നൈവോപജായതേ. വാസുദേവ ഭക്തന്മാർക്ക് ഒരു സ്ഥലത്തും ഒരു തരത്തിൽ അശുഭം നേരിടുകയില്ല. ജനനം, മരണം, ജര, രോഗം ഇവയിൽ നിന്നുള്ള ഭയവും ഉണ്ടാവില്ല. അതായത് അവർക്ക് മോക്ഷം ലഭിക്കും. ജീവിതത്തിൽ സമാധാനമുണ്ടായിരിക്കും. ഇമം സ്തവമധീയാന ശ്രദ്ധാഭക്തി സമന്വിത യുജ്യേതാത്മസുഖക്ഷാന്തി ശ്രീധൃതി സ്മൃതികീർത്തിഭിः. ഈ സ്തോത്രം ശ്രദ്ധയോടും ഭക്തിയോടും പാരായണം ചെയ്യുന്നവന് ആത്മസുഖം, ക്ഷമ, ശ്രീ, ധൈര്യം, ഓർമ്മശക്തി, കീർത്തി എന്നിവ ഉണ്ടാവുന്നു. ശ്രദ്ധ എന്നാൽ ആസ്തിക ബുദ്ധി. യൽശ്രദ്ധയേവ സ എന്ന് ഭഗവത്ഗീത പറയുന്നു. എത്രത്തോളം ഒരുവന് ശ്രദ്ധയുണ്ട് അതുപോലെയാകും അവൻ. അചഞ്ചലമായ വിശ്വാസമാണ് വേണ്ടത്. അത് ധൈര്യം തരുന്നു. ഒരു വസ്തുവും തനിയെ നിൽക്കുന്നില്ല. സ്നേഹിതന്മാർ, സ്വത്ത്, ബന്ധുക്കൾ, കുടുംബം എല്ലാം ഒരുവനെ സഹായിക്കുന്നുവെന്ന് വിശ്വസിച്ചാൽ അത് വാസ്തവത്തിൽ എലി കരണ്ട് തിന്നുന്ന വള്ളിയിൽ പിടിച്ചു നിൽക്കുന്നത് പോലെയാണ്. ഒരു അഴിവും ഒരിക്കലും വരാത്ത അവ്യയം ഈശ്വരൻ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ കാലഗതി അടയുമ്പോൾ അവൻ ചോര നീരാക്കി സമ്പാദിച്ച സമ്പത്ത് ഗ്രഹത്തിൽ തന്നെ വിട്ടുപോകുന്നു. പുത്രന്മാരും ബന്ധുക്കളും ആർക്കു വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചു അവരെല്ലാം തന്നെ ശരണം. എല്ലാവരും തന്നെ ശ്മശാനം വരെയേ വരികയുള്ളൂ. എന്നാൽ താൻ ചെയ്ത നന്മയും തിന്മയും തന്നെ അനുഗമിക്കും എന്ന് ഓർമ്മയുണ്ടായാൽ ആസ്തിക ബുദ്ധി വളർന്നുകൊള്ളും. ന ക്രോധോ ന ച മാത്സര്യം ന ലോഭോ ന അശുഭാമതി ഭവന്തി കൃതപുണ്യാനാം ഭക്താനാം പുരുഷോത്തമേ. പുരുഷോത്തമനായ മഹാവിഷ്ണുവിങ്കൽ ഭക്തി ദൃഢീകരിച്ചവന് ദേഷ്യമോ പരഗുണത്തിൽ ദോഷദൃഷ്ടിയോ ആർത്തിയോ അമംഗളമോ
ഒന്നും ഉണ്ടാവുകയില്ല. ദ്യൗ സചന്ദ്രാർക്ക നക്ഷത്ര ഖം ദിശോർഭൂർമഹോദതി വാസുദേവസ്യ വീര്യേണ വിതൃതാനി മഹാത്മന. ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ ഇവ അടങ്ങിയ സ്വർഗം, ആകാശം, ദിക്കുകൾ, ഭൂമി, മഹാസമുദ്രം ഇവയെല്ലാം മഹാത്മാവായ വാസുദേവൻ്റെ ശക്തിയാൽ നിലനിൽക്കുന്നു. സാ സുരാസുരഗന്ധർവം സ യക്ഷൗരകരാക്ഷസം ജഗദ്വശേ വർത്തതേദം കൃഷ്ണസ്യ സചരാചരം. ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, പാമ്പുവർഗങ്ങൾ, രാക്ഷസന്മാർ എന്നുള്ള ജഗത്തിലെ ചരാചരങ്ങൾ മുഴുവനും കൃഷ്ണൻ്റെ അധീനത്തിൽ വർത്തിക്കുന്നു. ഇന്ദ്രിയാണി മനോബുദ്ധി സത്വം തേജോബലം ധൃതി വാസുദേവാത്മകന്യാഹു ക്ഷേത്രം ക്ഷേത്രജ്ഞയേവച. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, സത്വഗുണം, തേജസ്, ബലം, ധൈര്യം, അതുപോലെ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ ഇവയെല്ലാം വാസുദേവമയമാണ്. സർവ ആഗമനാമാചാര പ്രഥമം പരികൽപ്യതേ ആചാരപ്രഭവോ ധർമ്മോ ധർമ്മസ്യ പ്രഭുരച്യുത. ആചാരമാണ് മുഖ്യമെന്ന് എല്ലാ ശാസ്ത്രങ്ങളും സമ്മതിക്കുന്നു. ശാസ്ത്രങ്ങൾ ആചാരത്തിന് പ്രഥമസ്ഥാനം നൽകിയിട്ടുണ്ട്. ആചാരമാണ് ധർമ്മത്തിൻ്റെ ഉത്ഭവസ്ഥാനം. ധർമ്മത്തെ ഉണ്ടാക്കിയത് അച്യുതനാണ്. ഋഷയ പിതരോ ദേവാ മഹാഭൂതാനി ധാതവക ജംഗമം ചേതം ജഗന്നാരായണോത്ഭവം. ഋഷികൾ, പിതൃക്കൾ, ദേവന്മാർ, പഞ്ചമഹാഭൂതങ്ങൾ, ധാതൃക്കൾ, സർവചരാചരങ്ങൾ ഇവയെല്ലാം അടങ്ങിയ ലോകം ശ്രീനാരായണനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. യോഗോജ്ഞാനം തഥാ സാഖ്യം വിദ്യാശില്പാദികർമ്മച വേദശാസ്ത്രാണി വിജ്ഞാനം ഏതത് സർവം ജനാർദ്ദനാത്. ജനാർദ്ദനിൽ നിന്നുത്ഭവിച്ചത് തന്നെയാണ് പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രം, ഉപനിഷത്തുക്കൾ, കപിലൻ്റെ സാഖ്യയോഗം, 64 വിദ്യകൾ, വിശ്വകർമാവിൻ്റെ ശില്പവിദ്യ, വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ബ്രഹ്മജ്ഞാനം എന്നിവ. സർവജ്ഞനായ ഭഗവാനാണ് ലോകത്തിൻ്റെ നന്മയ്ക്കായി ഇവയെല്ലാം നൽകിയിരിക്കുന്നത്. ഏകോ വിഷ്ണുർമഹദ്ഭൂതം പൃഥക് ഭൂതാന അനേകശ ത്രീൻ ലോകാൻ വ്യാപ്യഭൂതാത്മാ പുങ്ക്തേ വിശ്വഭുക് അവ്യയഃ. ഏകനായ വിഷ്ണു ഭഗവാൻ മഹത് സ്വരൂപനാകുന്നു. അദ്ദേഹം തൻ്റെ വിവിധ രൂപങ്ങളായി പരിണമിച്ച് 3 ലോകങ്ങളിലും വ്യാപിച്ച് അവയുടെ എല്ലാം അന്തര്യാമിയായി അവയെ ഭരിച്ച് യാതൊരു വ്യയവുമില്ലാതെ സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ വിവിധ തരത്തിൽ വിശ്വത്തെ ഭുജിക്കുന്നു. ഇമം സ്തവം ഭഗവതോ വിഷ്ണോർവ്യാസേന കീർത്തിതം പഠേദ്യ ഇച്ഛേൽ പുരുഷഃ ശ്രേയപ്രാപ്തും സുഖാനി ച. ഏതൊരുവൻ സുഖവും ശ്രേയസ്സും ലഭിക്കണമെന്നിച്ഛിക്കുന്നുവോ അവൻ വ്യാസഭഗവാനാൽ കീർത്തിക്കപ്പെട്ട ഈ സ്തോത്രം പഠിക്കുകയേ വേണ്ടൂ. വിശ്വേശ്വരമജം ദേവം ജഗതപ്രഭും അവ്യയം ഭജന്തി യേ പുഷ്കരാക്ഷം നാഥേ യാന്തി പരാഭവം. യാതൊരുവൻ ലോകത്തിനെല്ലാം ഈശ്വരനായും ജന്മമില്ലാത്തവനും ദേവനും ജഗത്തിൻ്റെ ഉൽപ്പത്തികളുടെ സ്ഥാനവുമായ പുഷ്കരാക്ഷനെ ഭജിക്കുന്നുവോ അവർക്കൊരിക്കലും തോൽവിയുണ്ടാവുകയില്ല. അർജുന ഉവാച പത്മപത്രവിശാലാക്ഷ പത്മനാഭസുരോത്തമ ഭക്താനാം അനുരക്താനാം ത്രാതാഭവ ജനാർദ്ദന. അർജുനൻ പറയുന്നു, ഹേ ജനാർദ്ദന, താമരയുടെ ഇല പോലെ വിശാലമായ കണ്ണുകളുള്ളവനെ, പത്മനാഭ, ദേവന്മാരിൽ വെച്ചുത്തമ, ഭക്തന്മാർക്കെല്ലാം നിന്തിരുവടി രക്ഷകർത്താവായിരിക്കണമേ. ശ്രീ ഭഗവാനുവാച യോമ നാമ സഹസ്രേണ സ്തോതുമിച്ഛതി പാണ്ഡവ സോഹമേകേന ശ്ലോകേന സ്തുതയേവന സംശേഹ. ഭഗവാൻ അരുളി ചെയ്തു, അല്ലയോ പാണ്ഡവ, സഹസ്രനാമം കൊണ്ട് യാതൊരുവൻ എന്നെ സ്തുതിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ അവൻ സഹസ്രനാമത്തിലുള്ള ഒരു ശ്ലോകം പഠിച്ചാൽ തന്നെ ഞാൻ സ്തുതിക്കപ്പെട്ടവനായിത്തീരുന്നു.
അതിന് സംശയമില്ല. നാമങ്ങളുടെ സംഖ്യയല്ല പ്രധാനമെന്നും ഭക്തിയും ശ്രദ്ധയ്ക്കുമാണ് പ്രധാനമെന്നും ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. പണ്ട് വീരാതിവീരനും കൃഷ്ണൻ്റെ ഉത്തമ സുഹൃത്തുമായ അർജുനന് പൂജാമുറിയിൽ ഒരു നിമിഷം മാത്രം കഴിച്ചുകൂട്ടുന്ന ഭീമനെ പുച്ഛിക്കുകയും ഭീമഭഗവാൻ ശ്രേഷ്ഠൻ ഭഗവാനെ സേവിക്കാൻ സമയമെടുക്കുന്നില്ല എന്നുള്ള അർജുനൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതായ കഥ. അർജുനൻ കൊട്ടക്കണക്കിന് പൂക്കൾ എടുത്തുകൊണ്ടുപോയി ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നു. ഭീമനാണെങ്കിൽ ഒരു നിമിഷ നേരം മാത്രമേ പൂജാമുറിയിൽ ചെലവഴിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് അർജുനൻ വിചാരിച്ചിരുന്നത്. അപ്പം ഇത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അർജുനനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അപ്പോൾ വേലക്കാർ നിർമാല്യം പൂജാസ്ഥലത്ത് നിന്ന് മാറ്റുന്നതാണ് കണ്ടത്. അപ്പോൾ ആയിരം ആൾക്കാർ അതിലേർപ്പെട്ടിരുന്നു. അപ്പം കൂവളം, പാരിജാതം, എരുക്ക്, തുമ്പപ്പൂ എന്നിവയെ ഉള്ളൂ. ഇത് ആരുടെ പൂജയുടെ നിർമാല്യമാണ് ഇത്ര അധികം എന്ന് ചോദിച്ചപ്പോൾ പരിചാരകർ അവർ ഭീമൻ തലേ ദിവസം കാലത്ത് പൂജിച്ചതാണെന്നും ബ്രാഹ്മമുഹൂർത്തത്തിൽ തുടങ്ങിയതാണെന്നും പറഞ്ഞപ്പോൾ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഒരു നിമിഷം മാത്രം കൊണ്ട് ഇത്രയധികം മനഃശക്തിയാൽ, ഭക്തിയാൽ, ശ്രദ്ധയാൽ ഭീമൻ അർച്ചിക്കാൻ സാധിച്ചുവെങ്കിൽ തനിക്ക് 2 നാൾ ശ്രമിച്ചിട്ടും 11 കൊട്ടയെ സാധിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി അർജുനൻ. അപ്പോൾ ഭക്തിയും ശ്രദ്ധയുമാണ് ഭഗവത് ധ്യാനത്തിൽ പ്രധാനമെന്ന് അർജുനന് മനസ്സിലായി. ഒരു കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. വാസനാദ് വാസുദേവസ്യ വാസിദം ഭുവനത്രയം സർവഭൂതനിവാസോസി വാസുദേവ നമോസ്തുതേ. വാസുദേവ നമോസ്തുതേ ഓം നമ ഇതി. അല്ലയോ വാസുദേവ, വാസുദേവനായ നിന്തിരുവടിയുടെ വാസനത്താൽ, അതാത് സൽസ്വഭാവത്താൽ അല്ലെങ്കിൽ വാസന സ്ഥാനമാക്കിയതിനാൽ 3 ലോകങ്ങളും ചരാചരങ്ങൾക്ക് വസിക്കുവാൻ യോഗ്യമാക്കി തീർത്തു. ഹേ വാസുദേവ, നിന്തിരുവടിക്ക് നമസ്കാരം. പ്രണവസ്വരൂപിയായ ഭഗവാന് നമസ്കാരം. അതാണ് വാസുദേവ നമോസ്തുതേ ഓം നമ ഇതി എന്ന്. പാർവത്യുവാചാം കേനോപായേന ലഘുന വിഷ്ണോർനാമസഹസ്രകം പഠ്യതേ പണ്ഡിതൈർ നിത്യം ശ്രോതുമിച്ഛാമ്യഹം പ്രഭോ. കേനോപായേന ലഘുന വിഷ്ണോർനാമസഹസ്രകം പഠ്യതേ പണ്ഡിതൈർ നിത്യം ശ്രോതുമിച്ഛാമ്യഹം പ്രഭോ. ശ്രീ പാർവതി ശിവനോട് ചോദിച്ചു, പ്രഭോ, ശ്രീ വിഷ്ണുവിൻ്റെ നാമങ്ങളായ 1000 നാമങ്ങളെയും പ്രയാസം കൂടാതെ എളുപ്പത്തിൽ പണ്ഡിതന്മാർ പഠിക്കുന്നത് ഏതുപായം കൊണ്ടാകുന്നു? ഈശ്വര ഉവാച ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനെ. പരമേശ്വരൻ അതിന് മറുപടി പറയാണ്, ഏ മനസ്സിന് ഹൃദ്യമായവളെ മനോരമേ എന്ന് പറഞ്ഞാൽ മനസ്സിനെ രമിപ്പിക്കുന്നവളെ എന്നർത്ഥം. പിന്നെ രമേ എന്ന് വിളിച്ചു, സുന്ദരി, രാമേ എന്ന് വിളിച്ചു, രമിപ്പിക്കുന്നവളെ എന്നൊക്കെ അർത്ഥം. പിന്നെ സ്ത്രീകളിൽ വെച്ച് ഉത്തമയായവളെ രമേ, രാമേ, മനോരമേ. പിന്നെ വരാനനെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ വെച്ച് ഉത്തമയായവളെ. ആനനം മുഖമാണ്, വരാനനം ശ്രേഷ്ഠമായ മുഖം. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്ത്രീകളിൽ വെച്ച് ഉത്തമയായവളെ. ശ്രീരാമ രാമ രാമ എന്ന് ജപിക്കുന്നത് വിഷ്ണു സഹസ്രനാമം മുഴുവനും ജപിക്കുന്നതിന് സമമാകുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് പരമേശ്വരൻ. എങ്ങനെ? ഇത് 3 പ്രാവശ്യം ചൊല്ലുക എന്നാണ്. അപ്പോൾ ഈ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ, ഇത് 3 പ്രാവശ്യം ചൊല്ലിയാൽ എന്തായി? മുഴുവനും
സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണ്. അപ്പോൾ ദിവസവും 3 പ്രാവശ്യം ഇത് മാത്രം ചൊല്ലിയാൽ മതി അല്ലേ? സഹസ്രനാമവും ചൊല്ലണം. അത് ചൊല്ലാൻ പറ്റാത്തവർ ഇതെങ്കിലും ചൊല്ലുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സഹസ്രനാമം മുഴുവൻ ചൊല്ലുന്നതിന് തുല്യമാണ്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യൻ രാമനാമവരാനനെ. വിഷ്ണു സഹസ്രനാമം മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലുന്നുണ്ട്? 3 പ്രാവശ്യം ചൊല്ലുന്നുണ്ട്. അത് ഇതിനു വേണ്ടിയാണ് ഈ 3 പ്രാവശ്യം ചൊല്ലുന്നത്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. ഇനി ബ്രഹ്മവാച, ബ്രഹ്മാവ് പറയുന്നത് എന്താണെന്ന് നോക്കാം. നമോസ്തു അനന്തായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷിചിരോരുബാഹവേ സഹസ്രനാംനേ പുരുഷായ ശാശ്വതേ സഹസ്ര കോടിയുഗധാരിണേ നമഃ. നമോസ്തു അനന്തായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷിശിരോരുബാഹവേ സഹസ്രനാംനേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരിണേ നമഃ. ബ്രഹ്മാവ് പറഞ്ഞു, ആദ്യന്തഹീനനും നമോസ്തു അനന്തായ നമഃ അസ്തു അനന്തായ എന്ന് പറഞ്ഞാൽ ആദ്യന്തവിഹീനനായ 1000 സഹസ്രമൂർത്തി 1000 മൂർത്തി സ്വരൂപനായിരിക്കുന്നവനെ സഹസ്രപാദ അക്ഷി ശിരഹ ഉരുഹു ബാഹവി 1000 കാലുകൾ, കണ്ണുകൾ, തലകൾ, ഊരുക്കൾ, ബാഹുക്കൾ ഇവ ഉള്ളവനും 1000 നാമങ്ങളുള്ളവനും പുരുഷനും ശാശ്വതനും 1000 കോടി യുഗങ്ങളെ ധരിച്ചവനുമായ പരമപുരുഷന് നമസ്കാരം എന്നർത്ഥം. എന്നിട്ട് സഹസ്രകോടി യുഗധാരിണേ നമ ഒരു പ്രാവശ്യം കൂടെ. 1000 കോടി യുഗധാരിയും പ്രണവസ്വരൂപയുമായ ഭഗവാന് വീണ്ടും നമസ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് സഞ്ജയ് ഉവാച. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതി ധ്രുവാ നീതിർമധർമ്മമാ. ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ 78-ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ സഞ്ജയൻ പറഞ്ഞു, യത്ര യോഗേശ്വര കൃഷ്ണോ യോഗേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാനും എത്ര പാർത്ഥോ ധനുർധരക വില്ലാളി വീരനായ അർജുനനും എവിടെയെല്ലാം ഉണ്ട് അവിടെയെല്ലാം തത്ര അവിടെ ശ്രീ വിജയോ ഭൂതി അവിടെയെല്ലാം ഐശ്വര്യവും വിജയവും നിശ്ചയമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന്. നീതിർ മമ എൻ്റെ നീതി ഇതാണ്, എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് അർത്ഥം. അടുത്ത അനന്യാചിന്തയന്തോ, അത് ഭഗവാൻ പറയാണ്, അനന്യാചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇവിടെ നമ്മൾ യോഗേശ്വരനായ കൃഷ്ണൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ എവിടെയുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യം ഉണ്ടാകുന്നു അല്ലേ? അപ്പം യോഗേശ്വരനാണ്. സ്ഥിരത, ബുദ്ധി, കൂർമ്മത, ധൈര്യം, ഒന്നിലും ഇച്ഛയില്ലായ്മ, എപ്പോഴും ശാന്തത, സന്തുഷ്ടി, ഈ ഗുണങ്ങളൊക്കെ തികഞ്ഞവൻ, ഒരു ഭയവുമില്ലാത്തവൻ, സർവഗുണസമ്പന്നൻ ആയവന് ഏത് പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കും. അപ്പം എല്ലാ ഇതും സകല കലാവല്ലഭനായ അർജുനൻ അസ്ത്രവിദ്യയിൽ അദ്വിതീയനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൂടിയാലോ എല്ലാമായല്ലേ, ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായി എല്ലാ കർമ്മയോഗമായി പൂർണ്ണത ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ വിജയം നിശ്ചയമാണ് എന്നാണ് അർത്ഥം. അടുത്തത് ഭഗവാനുവാച. അനന്യാചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം.
ഭഗവത്ഗീത 9-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം. അതിൻ്റെ അത് കൂടെ 4-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകമുണ്ട്. ആ 2 ശ്ലോകത്തിൻ്റെ കൂടെ അർത്ഥം ഒന്നിച്ച് പറയാം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഏതൊരുവൻ എൻ്റെ മന്ത്രം ദിവസവും ഭജിക്കുന്നുവോ അവരുടെ യോഗക്ഷേമം ഞാൻ വഹിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. സാധുക്കളെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ധർമ്മത്തെ നിലനിർത്തുവാനും വേണ്ടി ഞാൻ യുഗം തോറും അവതരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഭയങ്കര ഇതായിട്ടുള്ള ഒരു ഇതാണ്. അതായത് ആദ്യത്തെ മന്ത്രത്തെ സംബന്ധിച്ച് അതിൻ്റെ അർത്ഥം ഭഗവത്ഗീതയിലെ 2 മന്ത്രങ്ങളാണ് ആദ്യവും രണ്ടാമതും കൊടുത്തത്. ആദ്യത്തെ 9-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം അനന്യ ചിന്തയന്തോ മാം യേജന വരെ. അത് ഏതൊരുവൻ എൻ്റെ മന്ത്രം ദിവസവും ഭജിക്കുന്നുവോ ചൊല്ലുന്നുവോ അവരുടെ ക്ഷേമം ഞാൻ വഹിക്കുന്നു എന്നർത്ഥം. 2-ാമത്തെ ശ്ലോകം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് ചൊല്ലുമ്പോൾ പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം എന്ന് ചൊല്ലുന്ന ആൾക്കാരുണ്ട്. അർത്ഥമൊന്നും മനസ്സിലാകാതെ ചൊല്ലിയത് കൊണ്ടാണ്. അങ്ങനെയല്ല, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതങ്ങൾ ചെയ്യുന്നവരെ എന്നർത്ഥം. അതായത് സാധുക്കളെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ധർമ്മത്തെ നിലനിർത്തുവാനും വേണ്ടി ഭഗവാൻ യുഗം തോറും അവതരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ലോകഗതിയെ കാണിക്കുന്നത് 2-ാമത്തെ ശ്ലോകത്തിൽ ധർമ്മത്തിൻ്റെ ഏറ്റവും ഇറക്കവും അസാധാരണ, അല്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന കൈക്കൂലി, കള്ളം പറച്ചിൽ, പിന്നെ എന്തൊക്കെയാ പിടിച്ചുപറി, ഇതൊക്കെ ധർമ്മത്തിന് നിരക്കുന്നതല്ല. അപ്പം ഭഗവാനെ ഭജിക്കുവാണെങ്കിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്നർത്ഥം അല്ലേ. ഇങ്ങനെ എത്രയോ തവണ എന്തെല്ലാം നടന്നിരിക്കുന്നു. അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ മതി എന്നാണ് ഈ 2 ശ്ലോകം കൊണ്ട് മനസ്സിലായത്. അടുത്ത ലാസ്റ്റ് ശ്ലോകം ആർത്താ വിഷണ്ണ ശിഥിലാശ്ച വീതാഹ ഘോരേഷു ച വ്യാധിഷു വർത്തമാനാഹ സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖ സുഖിനോ ഭവന്തു. ആപത്തിൽപ്പെട്ടവനും വിഷാദമുള്ളവനും എല്ലാം നശിച്ചെന്ന് നനച്ച് മനം നൊന്ത് ധൈര്യം നശിച്ച് വിഷമിക്കുന്നവനും ഭയപ്പെടുന്നവനും മഹാവ്യാധിയിൽപ്പെട്ട് വിഷക്കുരന്മാരില്ലാതെ എരിപൊരി കൊള്ളുന്നവനും നാരായണ എന്ന ഒരു ശബ്ദം ശ്രവിക്കുന്നത് കൊണ്ട് മാത്രം ദുഃഖത്തിൽ നിന്ന് വിമുക്തനായി ആശ്വാസം ലഭിക്കുന്നു എന്നർത്ഥം. അപ്പം അസുഖം വന്ന് വ്യാധി കൊണ്ട് കഷ്ടപ്പെടുന്നവനും ദുഃഖങ്ങളെ കൊണ്ട് ശിഥിലങ്ങളായ കാര്യങ്ങളെ കൊണ്ടെല്ലാം, അതായത് മനോവിഷമം, മനസ്സിൻ്റെ വിഷമം, മഹാവ്യാധി എല്ലാം അനുഭവിക്കുന്നവന് നാരായണ എന്ന ഒരു നാമം ചൊല്ലിയാൽ മാത്രം അവൻ അതിൽ നിന്നെല്ലാം ആശ്വാസമാകുന്നു എന്ന്. സഹസ്രനാമജപത്തിൻ്റെ മഹിമയാണ് നമ്മളീ പറഞ്ഞതെല്ലാം. ആർത്താ വിഷണ്ണ ശിഥിലാശ്ചപീതാഹ, അതായത് ആർത്തം ദുഃഖമാണ്. വിഷണ്ണം എന്ന് പറഞ്ഞാൽ, ആർത്താ വിഷണ്ണ എന്ന് പറഞ്ഞാൽ ആപത്തിൽപ്പെട്ടവനും വിഷാദമുള്ളവനും. ശിഥിലാശ്ചപീതാഹ ബാക്കിയുള്ള പേടികൾ ഒക്കെയും. ഘോരേഷു ച വ്യാധിഷു ഘോരങ്ങളായ
ആദിവ്യാധിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവർ. സങ്കീർത്തിയ നാരായണ ശബ്ദം, നാരായണൻ്റെ ശബ്ദം, നാരായണ എന്ന ഒരു ശബ്ദം മാത്രം പറഞ്ഞാൽ മതി, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവൻ മുക്തനാകുന്നു എന്നർത്ഥം. ഓം ഇതി ശ്രീ മഹാഭാരതേ അനുശാസനിക പർവണി ദാനധർമ്മേ ഭീഷ്മ യുധിഷ്ഠിര സംവാദേ ശ്രീവിഷ്ണോർ ദിവ്യസഹസ്രനാമസ്തോത്ര വ്യാഖ്യാനം സമ്പൂർണം. ഫലശ്രുതി തീർന്നു. ഇനി ഇതിൻ്റെ ഒരു ഒറ്റ വാക്കിൽ ഒന്നുകൂടെ വായിച്ചിട്ട് ഒരൊറ്റ വാക്കിൽ നിന്ന് ഇതായി നോക്കാം. വനമാലേ ഗതീശാങ്കി ചങ്കി ചക്രീ ച നന്ദകി ശ്രീമാൻ നാരായണോ വിഷ്ണുർ വാസുദേവോ അഭിരക്ഷതോ ശ്രീവാസുദേവോ അഭിരക്ഷത്വോ നമൈതി ഇതീദം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മന നാംനാം സഹസ്രം ദിവ്യാനാമശേഷേണ പ്രകീർത്തിതം യാ ഇദം ശൃണുയാൻ നിത്യം യശ്ചാവിപരികീർത്തയേത് നാശുഭം പ്രാപ്നുയാൽ കിഞ്ചിത് സ്വാമുത്രേക ച മാനവഃ. വേദാന്തകോ ബ്രാഹ്മണ സ്യാത് ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമർത്ഥ സ്യാത് ശൂദ്രസുഖമവാപ്നുയാത് ധർമാർത്ഥി പ്രാപ്നുയാൽ ധർമ്മം അർത്ഥാർത്ഥി ചാർത്ഥമാപ്നുയാത് കാമാനവാപ്തയാൽ കാമി പ്രജാർത്ഥി ചാപ്നുയാൽ പ്രജാം ഭക്തിമാന്യാ സദോത്ഥായ ശുചിത്തൽഗതമാനസ സഹസ്രം വാസുദേവസ്യ നാംനമേതത് പ്രകീർത്തയേത് യശപ്രാപ്നോതി വിപുലം ജ്ഞാതി പ്രാധാന്യമേവ ച അചലാശ്രിയമാപ്നോതി ശ്രേയപ്രാപ്നോത്യനുത്തമം ന ഭയം ക്വചിതാപ്നോതി വീര്യം തേജശ്ച വിന്ദതി ഭവത്യരോഗോ ദ്യുതിമാൻ ബലരൂപഗുണാന്വിതഃ. രോഗാർത്ഥോ മുച്യതേ രോഗാത് ബദ്ധോ മുച്യേത ബന്ധനാത് ഭയാൻമുച്യേത ഭീതസ്തു മുച്യേതാപന്നാപദഃ. ദുർഗാണ്യതിരതരത്യാശു പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ നിത്യം ഭക്തിസമന്വിത വാസുദേവാശ്രയോ മർത്യോ വാസുദേവോ പരായണ സർവപാപവിശുദ്ധാത്മാ യാതി ബ്രഹ്മസനാതനാം ന വാസുദേവഭക്താനാം അശുഭം വിദ്യത്തെ ക്വചിത് ജന്മമൃത്യുജരാവ്യാധിഭയം നൈവോപജായത്തെ ഇമം സ്തവമധീയാന ശ്രദ്ധാഭക്തിസമന്വിത യുജ്യേതാത്മസുഖക്ഷാന്തി ശ്രീധൃതി സ്മൃതികീർത്തിഭിः. ന ക്രോധോ ന ച മാത്സര്യം ന ലോഭോ നാശുഭാമതി ഭവന്തി കൃതപുണ്യാനാം ഭക്താനാം പുരുഷോത്തമേ. ദ്യൗ സ ചന്ദ്ര അർക്കനക്ഷത്ര ഖം ദിശോ ഭൂർമഹോദതി വാസുദേവസ്യ വീര്യേണ വിധൃതാനി മഹാത്മന. ഇവിടം വരെ നല്ലപോലെ പഠിച്ചത്, അതുകൊണ്ട് അർത്ഥം പറയാതെ ചൊല്ലിപ്പോയതേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞു പോകും. സാ സുരാസുരഗന്ധർവം സാ യക്ഷൗരഗരാക്ഷസം ജഗദ്വശേ വർത്തതേതം കൃഷ്ണസ്യ സചരാചരം. സുരന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, ഉരകങ്ങൾ, രാക്ഷസന്മാർ തുടങ്ങിയ ചരാചരങ്ങൾ കൃഷ്ണൻ്റെ അധീനതയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ദ്രിയാണി മനോബുദ്ധി സത്വം തേജോബലം ധൃതി വാസുദേവ ആത്മകാന്യാഹോ ക്ഷേത്രം ക്ഷേത്രജ്ഞേവ ച. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, സത്വഗുണം, തേജസ്, ബലം, ധൈര്യം, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ ഇവയെല്ലാം വിഷ്ണുമയമാണ്. സർവ ആഗമനാമാചാര പ്രഥമം പരികൽപ്യതേ ആചാരപ്രഭവോ ധർമ്മോ ധർമ്മസ്യ പ്രഭുരച്യുത. എല്ലാ ആഗമങ്ങളിൽ വെച്ച് ആചാരത്തെ ഒന്നാമതായി കൽപ്പിച്ചിരിക്കുന്നു. ആചാരത്തിൽ നിന്ന് ധർമ്മമുണ്ടാകുന്നു. ധർമ്മത്തിൻ്റെ ഉത്ഭവം അച്യുതനായ പരമാത്മാവിൽ നിന്നാണ്. ഋഷയ പിതരോ ദേവ മഹാഭൂതാനി ധാതവഃ ജംഗമാജംഗമം ചേതം ജഗന്നാരായണോത്ഭവം. ഋഷികൾ, പിതൃക്കൾ, ദേവന്മാർ, പഞ്ചമഹാഭൂതങ്ങൾ,
ധാതുക്കൾ, ചരാചരങ്ങൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ലോകം നാരായണനിൽ നിന്നുണ്ടായി. യോഗോജ്ഞാനം തഥാ സാഖ്യം വിദ്യാശില്പാദികൾ കർമ്മജ വേദശാസ്ത്രാണി വിജ്ഞാനം ഏതത് സർവം ജനാർദ്ദനാത്. പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രവും ഉപനിഷത്തുക്കളും കപിലൻ്റെ സാഖ്യയോഗവും 64 വിദ്യകളും വിശ്വകർമ്മ പ്രണീതമായ ശില്പവിദ്യയും വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ബ്രഹ്മവിദ്യ ഇവയെല്ലാം ജനാർദ്ദനൻ തന്നെയാണ്. ഏകോ വിഷ്ണുർമഹദ്ഭൂതം പൃഥക് ഭൂതാന്യനേകശ ത്രീൻ ലോകാൻ വ്യാപ്യ ഭൂതാത്മാ ഭുങ്ക്തേ വിശ്വഭുഗവ്യയാം. ഏകനും മഹത്സ്വരൂപനുമായ വിഷ്ണു അനേകം ഭൂതങ്ങളായി പരിണമിച്ച് 3 ലോകങ്ങളിലും വ്യാപിച്ച് അവയുടെയെല്ലാം ആത്മാവായി അവയെ ഭരിച്ച് അവ്യയനായി സ്ഥിതി ചെയ്തുകൊണ്ട് വിശ്വത്തെ പൂജിക്കുന്നു. ഇമം സ്തവം ഭഗവതോ വിഷ്ണോർവ്യാസേന കീർത്തിതം പഠേദ്യായി ഇച്ഛേത് പുരുഷ ശ്രേയപ്രാപ്തും സുഖാനി ച. ഭഗവാൻ വിഷ്ണുവിനെക്കുറിച്ച് വ്യാസമഹർഷി കീർത്തിച്ച ഈ സ്തോത്രം പഠിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന സുഖവും ശ്രേയസ്സും ലഭിക്കും. വിശ്വേശ്വരമജം ദേവം ജഗതപ്രഭുമവ്യയം ഭജന്തീയേ പുഷ്കരാക്ഷം നതേ യാന്തി പരാഭവം. യാതൊരു വ്യക്തി ലോകനാഥനും ജന്മമില്ലാത്തവനും പ്രകാശരൂപിയും ജഗത്തിൻ്റെ ഉൽപ്പത്തി ലയങ്ങളുടെ സ്ഥാനവുമായ പുഷ്കരാക്ഷനെ ഭജിക്കുന്നു, ആ ആളിനൊരിക്കലും തോൽവി ഉണ്ടാവുകയില്ല. ഓം നമ ഇതി. അർജുന ഉവാച പത്മപത്ര വിശാലാക്ഷ പത്മനാഭസുരോത്തമ. അർജുനൻ പറഞ്ഞു, അർജുന ഉവാച പത്മപത്ര വിശാലാക്ഷ പത്മനാഭസുരോത്തമ ഭക്താനാം അനുരക്താനാം ത്രാതാഭവ ജനാർദ്ദന. അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, താമര ഇതൾ പോലെ വലിയ കണ്ണുകളുള്ളവനും ദേവന്മാരിൽ ഉത്തമനും ആയ പത്മനാഭ, അങ്ങയുടെ ഭക്തന്മാർക്കെല്ലാം അങ്ങ് രക്ഷകനായിരിക്കണമേ. ശ്രീഭഗവാനുവാച യോ മാം നാമ സഹസ്രേണ ശ്രോതുമിച്ഛതി പാണ്ഡവ സോഹമേകേന ശ്ലോകേന സ്തുത ഏവന സംശയഃ. ഭഗവാൻ അരുളി ചെയ്തു, അല്ലയോ അർജുന, സഹസ്രനാമ സ്തോത്രം കൊണ്ട് എന്നെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധയോടെ ഒരൊറ്റ ശ്ലോകം കൊണ്ട് സ്തുതിച്ചാൽ തന്നെ മതി. ഫലം പൂർണ്ണമായി, സംശയം വേണ്ട. ശ്രീ വ്യാസ ഉവാച വാസനാൽ വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂതനിവാസോസി വാസുദേവ നമോസ്തുതേ. വാസുദേവ നമോസ്തുതേ. ഓം നമ ഇതി. അല്ലയോ വാസുദേവ, അങ്ങയുടെ വാസസ്ഥാനമാക്കിയതിനാൽ 3 ലോകങ്ങളും സകല ചരാചരങ്ങൾക്കും താമസിക്കുവാൻ നല്ലതായിത്തീരുന്നു. അപ്പോൾ അല്ലയോ വാസുദേവ, നമസ്കാരം. അപ്പോൾ ഓം നമ എന്ന് ചൊല്ലിയിട്ട് വേണം വാസുദേവ നമോസ്തുതേ ഓം നമ ഇതി. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് ഓം നമ എന്ന് ചേർത്ത് പറയണമെന്ന് സാരം. ശ്രീ പാർവതി വാച കേനോപായേന ലഘുന വിഷ്ണോർനാമ സഹസ്രകം പഠ്യതേ പണ്ഡിതൈർനിത്യം ശ്രോതുമിച്ഛാമി അഹം പ്രഭോ. ശ്രീ പാർവതി ദേവി ശിവനോട് ചോദിച്ചു, പ്രഭോ, 1000 വിഷ്ണുനാമങ്ങൾ എളുപ്പത്തിൽ ഉരുവിടുന്നതിന് പണ്ഡിതന്മാർ എന്തുപായമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. ഈശ്വര ഉവാച ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമത തുല്യൻ രാമനാമവരാനനെ. പരമശിവൻ അരുളി ചെയ്തു, അല്ലയോ മനസ്സിന് ആഹ്ലാദം തരുന്ന സുന്ദരി,
ഉത്തമേ. ശ്രീരാമ രാമ രാമ എന്ന് 3 തവണ ചൊല്ലുന്നത് വിഷ്ണു സഹസ്രനാമം മുഴുവൻ ജപിക്കുന്നതിന് തുല്യമാണ്. ബ്രഹ്മോവാച നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയെ സഹസ്രപാദാക്ഷി ശിരോരുഭാഗവേ സഹസ്രനാംനേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരിണേ നമാം. ബ്രഹ്മോവാച അനന്തരം 1000 മൂർത്തികളുള്ള ബ്രഹ്മാവ് പറഞ്ഞ അനന്തരം 1000 മൂർത്തികളെടുത്തവനും 1000കണക്കിന് കാല് കണ്ണ് തല ഉരുക്കൾ കൈയുള്ളവനും 1000 നാമങ്ങളുള്ളവനും 1000 കോടി യുഗങ്ങളെ ധരിച്ചവനും ആയ നിത്യനായ പരമപുരുഷന് നമസ്കാരം. അടുത്തത് സഞ്ജയ് വാച. എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതി ധ്രുവാ നീതിർമമ. സഞ്ജയൻ പറഞ്ഞു, എവിടെയൊക്കെയാണ് യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനുമുള്ളത് അവിടെ ഐശ്വര്യവും വിജയവും നീതിയും ഉണ്ടായിരിക്കും എന്ന് ആണ് മമ മതി, എൻ്റെ അഭിപ്രായം. അതാ പറഞ്ഞ്. ഭഗവാൻ ഉവാച അനന്യാചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അന്യചിന്തകളൊന്നും കൂടാതെ ആരാണോ ദിവസവും എന്നെ ഭജിക്കുന്നത് അവൻ്റെ യോഗക്ഷേമം ഞാൻ വഹിക്കും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധുക്കളെ രക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ സംഹരിക്കുന്നതിനും ധർമ്മം നിലനിർത്തുന്നതിനും വേണ്ടി ഞാൻ യുഗം തോറും അവതരിക്കുന്നു. ആർത്താവിഷണ്ണാശിഥിലാശ്ച പീതാഃ ഘോരേഷു ച വ്യാധിഷു വർത്തമാനാഃ സങ്കീർത്തിയ നാരായണ ശബ്ദമാർത്ഥം മാത്രം വിമുക്ത ദുഃഖാ സുഖിനോ ഭവന്തു. ആപത്തിൽപ്പെട്ടവനും ദുഃഖിതനും മനസ്സ് തകർന്നവനുമായ ഇനി ഈ ലാസ്റ്റ് ശ്ലോകം കൊണ്ട് തീരുവാണ്. ആർത്താവിഷണ്ണ ശിഥിലാശ്ച പീതാഃ ഘോരേഷു ച വ്യാധിഷു വർത്തമാനാഃ സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖാ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ ആപത്തിൽപ്പെട്ടവനും ദുഃഖിതനും മനസ്സ് തകർന്നവനുമായ അതുപോലെ പേടിച്ചിരിക്കുന്നവനും ഒക്കെയായ ആൾക്കാർക്ക് മഹാമാരി പിടിപെട്ട് വൈദ്യന്മാർ ഒഴിഞ്ഞ ശരീരങ്ങൾ അങ്ങനെയുള്ളവർ നാരായണ എന്ന നാമം മാത്രം 1 പ്രാവശ്യം ജപിച്ചാൽ എല്ലാ ദുഃഖങ്ങളും നശിച്ച് സുഖിയായിത്തീരുന്നു എന്ന്. ഇതി ശ്രീ മഹാഭാരതേ അനുശാസിക പർവണി ദാനധർമ്മേ ഭീഷ്മയുധിഷ്ഠിര സംവാദേ ശ്രീ വിഷ്ണോർ ദിവ്യസഹസ്രനാമസ്തോത്രം സമ്പൂർണം. ഓം ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. സകലം നാരായണായേതി സമർപ്പയാമി. ലാസ്റ്റ് സമർപ്പണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആത്മാവ് കൊണ്ടോ പ്രകൃതി സ്വഭാവം കൊണ്ടോ
അപ്പം ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ, കായം ശരീരമാണ്, വാച വാക്കാണ്, മനസ്സ് തന്നെയാണ്, ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ് വാ. ബുദ്ധി കൊണ്ടോ ആത്മാവ് കൊണ്ടോ പ്രകൃതി സ്വഭാവം കൊണ്ടോ യാതൊന്ന് ഞാൻ ചെയ്യുന്നുവോ അതെല്ലാം ശ്രീനാരായണനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വേണം ജപിക്കാൻ എന്നാണ് പറയുന്നത്. ഹരി ഓം. ശ്രീഹരേ നമഃ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു.